ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 5.1ന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ബോർഡുകളൊക്കെ അതാത് സ്ഥാനങ്ങളിൽ വെക്കുക. ട്രാൻസ്ഫോമർ അതുപോലെ ബോർഡുകളൊക്കെ വെക്കുക, മാർക്ക് ചെയ്യുക, തുളയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് വെച്ച് കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് തുളകളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ബോർഡ് ഒന്ന് മുറുക്കി പിടിച്ചതിന് ശേഷം ഒരു മൊനയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഈ ഹോള് കൂടെ മാർക്ക് ചെയ്യുക. ഇതേപോലെ കപ്പാസിറ്റർ അല്ല, വല്ല സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ ഡ്രില്ല വല്ല മണപ്പഞ്ചൊക്കെ വെച്ച് തുളയ്ക്കാം. നമുക്ക് എന്ത് സാധനം മേടിച്ചിട്ട് വേണമെങ്കിലും തുളയ്ക്കാം. അത്രയ്ക്കധികം കനമുള്ള തകിടൊന്നുമല്ല, ഒരു മാക്സിമം കനമുള്ള തകിട്. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മാർക്കിങ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാവരുടെയും ഹോളുകൾ തുളച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറിനുള്ള ഹോള് അങ്ങനെ ഓരോന്നിനുള്ള ഹോളുകൾ നമ്മൾ അതാത് സ്ഥലങ്ങളിൽ കറക്റ്റ് ചെയ്ത് തുളച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമറിനുള്ള ഹോളാണ്. പിന്നെ അതേപോലെ ബോർഡ് പിടിപ്പിക്കാനുള്ള ഹോള് ഹീറ്റ് സിങ്കിൻ്റെ മീതി നമ്മൾ തുളച്ചിട്ടുണ്ട്. അതുപോലെ അടിയിലും ഹോള് തുളച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇത് കാണാൻ പറ്റുന്ന വിചാരിക്കണം. അതേപോലെ ഹോള് തുളച്ചിട്ടുണ്ട്. അതുപോലെ ഈ ബോർഡിന് ഹീറ്റ് സിങ്കിന് നമ്മൾ ഹോള് തുളച്ചിട്ടുണ്ട്. അതുപോലെ സറൗണ്ട് ബോർഡ് ഇതാണ്. അപ്പോൾ അതിനുള്ള 4 ഹോളും നമ്മളിവിടെ തുളച്ചിട്ടുണ്ട്. ഇത് കാണാനാണ് 4 ഹോളുകൾ. അപ്പോൾ ഇത്രയും ഹോളുകൾ നമ്മൾ തുളച്ചിട്ടുണ്ട്. എല്ലാറ്റിനെയും ആവശ്യമുള്ള എല്ലാ ഹോളുകളും തുളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലത്തെ സ്പീക്കർ സോക്കറ്റ്, അതേപോലെ ബാക്കിലത്തെ ഫാന്, അതുപോലെ RCA സോക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഫീസ് ഹോൾഡർ, AC ബോർഡ്, അതുപോലെ ബുഷ് കിറ്റ്. അത് നമുക്ക് നെട്ടും ബോൾട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടാണ്. നമുക്ക് ആവശ്യമുള്ള നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ ബുഷ് കിറ്റിൽ ഉണ്ടാവും. അപ്പോൾ അല്ലാത്തത് നമ്മൾ വേറെ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. സാധാരണ പറഞ്ഞ ബുഷ് കിറ്റിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടാറുണ്ട് സാധാരണ. അപ്പോൾ നമ്മൾ ഇത് 18 ഹോളിൻ്റെ ട്രാൻസ്ഫോമർ ഇതിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഹോളും അവിടെ തന്നെ തുളച്ചിട്ടുണ്ട്. 2 ഹോൾ അതിന് തുളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് ഇനി ഉറപ്പിച്ചിട്ട് നോക്കാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഉറപ്പിക്കുന്നത് കാണിക്കാത്ത വേറെ ഒന്നുമല്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്. അത് കാരണമാണ് നമ്മൾ ഉറപ്പിക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ വയർ ഇട്ടതിന് ശേഷമാണ് ഇത് ഉറപ്പിക്കുന്നത്. അപ്പോൾ വയർ ഇടാം, എന്നിട്ട് അതിന് ശേഷം ഉറപ്പിക്കാം. അപ്പോൾ നമ്മളെ ട്രാൻസ്ഫോമറുകളും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കൽ കഴിഞ്ഞു. ട്രാൻസ്ഫോമറുകളൊക്കെ തുളച്ചു നമ്മൾ നെട്ടും ബോൾട്ട് ഇട്ട് ഉറപ്പിച്ചു. ഇതേപോലെയാണ് നെട്ടും ബോൾട്ട് ഇട്ട് ഉറപ്പിക്കേണ്ടത്. അപ്പോൾ 2 ട്രാൻസ്ഫോമർ നമ്മൾ ആദ്യം ഉറപ്പിച്ചിട്ടുണ്ട്. കറക്റ്റ് അതിൻ്റെ സ്ഥലം കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ 20 ബോർഡ് വയറിട്ടിട്ടുണ്ട്. 20 ബോർഡ് വയറിടൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പീക്കർ വയറാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. മറ്റേ വയർ നമ്മൾ ബോർഡ് ഉറപ്പിച്ചതിൻ്റെ ശേഷം കൊടുക്കണമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ലൈൻ ഇതാണ് സ്പീക്കർ ലൈൻ പ്ലസ്, രണ്ടാമത്തെ പ്ലസ്, മൂന്നാമത്തെ പ്ലസ് വയർ, ഒരു നെഗറ്റീവ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടിയിട്ട് കോമൺ ആയിട്ട് 2 നെഗറ്റീവ് മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. വയറിന് എന്തെങ്കിലും ലോഡ് പ്രശ്നം, എന്തെങ്കിലും ചൂടാവുക അങ്ങനെ എന്തെങ്കിലും വരണ്ടെന്ന് വെച്ചിട്ട് 2 നെഗറ്റീവ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളൊക്കെ പോസിറ്റീവ് വയറുകളാണ്. ഫസ്റ്റത്തെ നമ്മൾ വയലറ്റ് ആണ്, പിന്നെ രണ്ടാമത്തെ വൈറ്റ്, മൂന്നാമത്തെ ഗ്രേ, നാലാമത്തെ ബ്ലൂ, അഞ്ചാമത്തെ യെല്ലോ. അങ്ങനെ 5 കണക്ഷനാണ് നമ്മൾ അതിന് എടുത്തിട്ടുള്ളത്. 2 നെഗറ്റീവ് കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഉറപ്പിക്കണം. പിന്നെ അതുപോലെ ഫാന്, ബാക്കിലത്തെ സ്പീക്കർ സോക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ 20 ബോർഡിൻ്റെ വയറിങ് എന്ന് പറഞ്ഞാൽ സ്പീക്കർ വയർ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തുടക്കം തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് വയലറ്റ് വയറാണ്. വയലറ്റ് വയർ ഈ തെറ്റത്തുള്ള സ്പീക്കർ ലൈനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, സ്പീക്കർ സോക്കറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ വൈറ്റ് അതിൻ്റെ തൊട്ട് അടുത്തുള്ള കണക്ഷനിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ഗ്രീൻ വയറാണ് എർത്ത് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് രണ്ടിനും കൂടിയിട്ട് കോമൺ ആയിട്ട് ഒരു എർത്താണ് ഇവിടെ ഗ്രീൻ കൊടുത്തിട്ടുള്ളത്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗ്രീന് വയറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ഗ്രേ വയറാണ് വന്നിട്ടുള്ളത്. ഗ്രേ വയർ ഇതാ ലാസ്റ്റ് ഈ എൻഡിലത്തെ രണ്ടാമത്തെ നടുക്കിൽ നിൽക്കുന്ന സ്പീക്കർ സോക്കറ്റിൻ്റെ ഈ തലക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നീലയാണ് അടുത്തത് വന്നിട്ടുള്ളത്, 4ാമത്തെ കണക്ഷൻ. അത് ഈ തെറ്റത്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് വയറാണ് അതിൻ്റെ എർത്ത് വയർ, നെഗറ്റീവ് എന്ന് പറയുന്ന വയർ, സ്പീക്കറിൻ്റെ നെഗറ്റീവ്. അത് നമ്മൾ സെൻറ്ററിൽ രണ്ടും കൂടി കോമൺ ആക്കിയിട്ട് കൊടുത്തു. ലാസ്റ്റത്തെ നമ്മൾ മഞ്ഞ വയറാണ് ഈ കാണുന്നത്, 5ാമത്തെ കണക്ഷൻ. അപ്പോൾ ഈ 5ാമത്തെ കണക്ഷൻ ലാസ്റ്റത്തെ കണക്ഷനാണ് നമ്മൾ സെൻട്രൽ സ്പീക്കറായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ സ്പീക്കർ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. എല്ലാം ഒരേ വാട്ട്സ് ആയതുകൊണ്ട് നമുക്ക് ഏത് കണക്ഷൻ വേണമെങ്കിലും എടുക്കാം. വയറിങ് ചെയ്യാൻ നമുക്ക് ഏതാണ് എളുപ്പം അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ സെൻട്രലത്തെ എടുത്താലും കുഴപ്പമില്ല, നടുക്കിലത്തെ എടുത്താലും കുഴപ്പമില്ല, സൈഡിലത്തെ എടുത്താലും കുഴപ്പമില്ല. ഏത് കണക്ഷൻ എടുത്താലും നമ്മൾ ബോർഡിൽ നിന്ന് കൊടുക്കുമ്പോൾ മാത്രം, സറൗണ്ട് ബോർഡിൽ നിന്ന് കൊടുക്കുമ്പോൾ മാത്രം സെൻട്രൽ കണക്ഷൻ കറക്റ്റ് ചെയ്തിട്ട് ആ സെൻട്രലിൻ്റെ IC-യുടെ ഇതിലേക്ക് തന്നെ കൊടുക്കണം, ഇൻപുട്ടിലേക്ക് തന്നെ കൊടുക്കണം ആ ചാനലിൻ്റെ. അപ്പോഴാണ് അത് സെൻട്രൽ കണക്ഷനായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ല വെച്ചാൽ അത് വേറെ ഏതാ കൊടുക്കണമെന്ന് വെച്ചാൽ അതായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കണക്ഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 പിന്ന് നമ്മൾ സബിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളതാണ്. ഈ 2
കണക്ഷൻ. അപ്പോൾ ഇതിലാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ വരുന്നത് സബിൻ്റെ. അപ്പോൾ ആ കണക്ഷൻ ഇതിന് വന്നിട്ട് നേരെ തിരികെ പോകും. അപ്പോൾ അതിനുള്ള കണക്ഷനാണ്. അപ്പോൾ ഇത്രയും വയറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. പിന്നെ അതേപോലെ 20-ന്റെ സപ്ലൈ കണക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ റെഡാണ് പോസിറ്റീവ്, സെൻട്രലത്തെ 0, ലാസ്റ്റ് നെഗറ്റീവ്. പിന്നെ നമുക്ക് അതേപോലെ സബിൻ്റെ ബോർഡിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും നമുക്ക്. പോസിറ്റീവ് റെഡ്, 0 ബ്ലൂ, അതുപോലെ നെഗറ്റീവ് ബ്ലാക്ക്, അങ്ങനെയാണ് 3 കണക്ഷൻ. പോസിറ്റീവ്, 0, നെഗറ്റീവ്, അങ്ങനെ 3 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണക്ഷൻ മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്മൾ ഫ്രണ്ട് ഏജിൽ നിന്നാണ് നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് കൊടുക്കുന്നത്. സ്പീക്കർ സബിൻ്റെ ഔട്ട്പുട്ട്, സബിലേക്കുള്ള ഔട്ട്പുട്ട്, സബ് ഊഫറിലേക്കുള്ള കണക്ഷൻ ഇതിൽ നിന്നാണ് വരുന്നത്. ഇവിടെയാണ് വരുന്നത് 2 കണക്ഷൻ വന്ന് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇതിലാണ്. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടല്ല ഒരു AC കണക്ഷനാണ് വരിക കറക്റ്റ്. രണ്ടിലും കൂടി ബ്രിഡ്ജ് ചെയ്തിട്ട് വരുന്ന കാരണം. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിംഗ് നോക്കിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് ഇതിലാണ് വരുന്നത്. ഈ കാണുന്ന ഹോളാണ് ഇൻപുട്ട്. ഇത് കോമൺ ആയിട്ട് വരുന്ന എർത്താണ്, 0 ഗ്രൗണ്ട് കണക്ഷനാണ്. അപ്പോൾ ഈ രണ്ടാമത് കാണാൻ തൊട്ടടുത്ത് കാണുന്ന ഇതാണ് അതിൻ്റെ ഇൻപുട്ട് കണക്ഷൻ വരുന്നത്. ഇതിലേക്കാണ് നമ്മൾ സബിൻ്റെ സബ് ബോർഡിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കേണ്ടത്. കൺട്രോളിൽ നിന്നുള്ള കണക്ഷൻ ഇതിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഗ്രൗണ്ട്, ഇത് കൺട്രോളിൽ നിന്നുള്ള കണക്ഷൻ. ഇതും കൺട്രോളിലേക്ക് തന്നെയാണ് പോവുക. ഇത് നമ്മളെ കൺട്രോളിൻ്റെ സെൻറ്ററിലേക്ക്, ഇത് ലാസ്റ്റ് എൻഡിലേക്കാണ് പോവുക. അപ്പം അത്രയും കണക്ഷനുകളാണ് ഇപ്പം ഇനി ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബോർഡ് കൂടി പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ രണ്ടാമത്തെ ബോർഡ് നമ്മൾ പിടിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ തൊട്ട് മീതിയായിട്ടാണ് ബോർഡ് വന്നിട്ടുള്ളത്. ഇതിന് ടച്ച് ആവില്ല, ടച്ച് ആവാത്ത എന്തിലാണ് ഇരിക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫാൻ കൂടി വെക്കാനുണ്ട്. അപ്പോൾ ആ ഫാൻ നമ്മൾ അതിൻ്റെ സ്ഥലം ഗ്യാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഫാൻ വെക്കുക. ഒന്നില്ലെങ്കിൽ ഈ സൈഡിൽ ഇവിടെ ആയിട്ട് വെക്കണം, ഈ സൈഡിലായിട്ട് വെക്കണം ഫാൻ. അല്ലാന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ വെക്കും. അപ്പോൾ 2 ഫാന് നമ്മൾ വെക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെയാണ് ഫാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ 2 ഫാൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം കണക്ഷനുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. സ്പീക്കർ കണക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി സപ്ലൈ കൊടുക്കാനുണ്ട്. അപ്പോൾ സപ്ലൈ, അതുപോലെ ട്രാൻസ്ഫോമറിലുള്ള പവർ സപ്ലൈക്കുള്ള കണക്ഷൻ, ഈ 3 വയറാണ് ഇതിൻ്റെ 27-0-27, 12-0-12ൻ്റെ 3 ആംപിയറിൻ്റെയും കറണ്ടിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻ, AC കണക്ഷൻ. അതായത് 18-0-18ൻ്റെ AC കണക്ഷൻ ഈ റെഡ് വയറാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ വന്ന് കിടക്കുന്ന വയറുകളാണ് നമ്മളെ. ഇത് 27-0-27, ഇത് 12-0-12 അപ്പോൾ അതിൽ നിന്നുള്ള സപ്ലൈകളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് കാണണം, സോൾഡർ ചെയ്യണമൊക്കെ കാണുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.